വാർത്തകൾ വിശദമായി. ജിഷ്ണു പ്രണോയ് കേസ് സർക്കാർ സിബിഐക്ക് വിട്ടു. ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ നടപടി. പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അച്ഛൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ജിഷ്ണുവിന്റെ അമ്മ മഹിജയും DGP ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഈ വർഷം ജനുവരിയിലാണ് ഹോസ്റ്റലിലെ ബാത്റൂമിൽ ജിഷ്ണുവിനെ അവശനിലയിൽ കണ്ടത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു. കോപ്പി അടിച്ചെന്നാരോപിച്ച് ബോർഡ് റൂമിലേക്ക് വിളിപ്പിച്ചതിന് ശേഷമായിരുന്നു അവശനിലയിൽ കണ്ടെത്തിയത്. ജിഷ്ണുവിന് മർദ്ദനമേറ്റിരുന്നുവെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. മൂക്കിലെ അടിയേറ്റതിന്റെ പാടും ശകാരിക്കാൻ വിളിച്ച ബോർഡ് റൂമിലെ രക്തക്കറയും ദുരൂഹത വർദ്ധിപ്പിച്ചു. കോളേജ് ചെയർമാൻ PK കൃഷ്ണദാസ്, വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, PRO സഞ്ജിത് വിശ്വനാഥൻ എന്നിവരുൾപ്പെടെ 5 പേർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുത്തു. കേസ് നിലനിൽക്കില്ലെന്ന് പിന്നീട് ഹൈക്കോടതി ഉത്തരവ് വന്നു. ഈ സാഹചര്യത്തിലാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യപ്രകാരം കേസ് CBIക്ക് വിടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോ റെയിൽ ഉദ്ഘാടന ചടങ്ങിലേക്ക് സംസ്ഥാന സർക്കാർ നൽകിയത് 17 പേരുടെ പട്ടിക. കൊച്ചി മെട്രോയുടെ ശില്പി E. ശ്രീധരൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KV തോമസ്, PT തോമസ് തുടങ്ങിയവർ അടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചത്. അതേസമയം കൊച്ചി മെട്രോ റെയിൽ ഉദ്ഘാടന ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്നും വേദിയിൽ ക്ഷണിക്കാത്തതിൽ വിഷമമില്ലെന്നും E. ശ്രീധരൻ പറഞ്ഞു. എന്നാൽ E. ശ്രീധരൻ, രമേശ് ചെന്നിത്തല, PT തോമസ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. ഈ മാസം 17-ന് നടക്കാനിരിക്കുന്ന കൊച്ചി മെട്രോ റെയിലിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരുടെ വിശദവിവരങ്ങൾ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അയച്ചിരുന്നു. ആകെ 17 പേരടങ്ങുന്ന പട്ടികയാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. വേദിയിൽ ഇരിക്കാനുള്ള 10 പേരുടെയും ചടങ്ങിൽ സംസാരിക്കേണ്ട 7 പേരുടെയും വിശദാംശങ്ങൾ പട്ടികയിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രി, ഗവർണർ, കൊച്ചി മെട്രോ റെയിൽ ഡയറക്ടർ, കൊച്ചി മേയർ എന്നിവരെ കൂടാതെ മെട്രോ റെയിലിന്റെ ശില്പി E. ശ്രീധരൻ, സ്ഥലം MLA PT തോമസ്, സ്ഥലം MP KV തോമസ്, മന്ത്രിമാരായ മാത്യു ടി തോമസ്, E. ചന്ദ്രശേഖരൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, തോമസ് ചാണ്ടി എന്നിവരും ലിസ്റ്റിലുള്ളവരാണ്. പക്ഷേ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും മാത്രമാണ് ഉദ്ഘാടന വേദിയിൽ കേന്ദ്ര സർക്കാർ ഇടം നൽകിയിരിക്കുന്നത്. അതേസമയം മെട്രോ റെയിലിന്റെ ഉദ്ഘാടനത്തിൽ താൻ പങ്കെടുക്കുമെന്നും വേദിയിൽ വിഷമമില്ലെന്നും E. ശ്രീധരൻ വ്യക്തമാക്കി. എനിക്കൊരു വിവരമില്ല അതിനെ പറ്റിയിട്ട്. അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനല്ലേ ഞാൻ പോണത്. അതിന് വേണ്ടിയല്ലേ പോണത്. നേരെ ഇപ്പോൾ കൊച്ചിക്ക് അതിന് വേണ്ടിയാണ് പോണത്. എന്നാൽ സംസ്ഥാനത്തിന്റെ പ്രതിഷേധമറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരിക്കുകയാണ്. E. ശ്രീധരനെയും പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും സ്ഥലം MLA ആയ PT തോമസിനെയും ഉൾപ്പെടുത്തണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെട്രോ റെയിൽ ഉദ്ഘാടനം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പുതിയ വിവാദത്തിനും പ്രതിഷേധത്തിനുമാണ് സംസ്ഥാനത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും E. ശ്രീധരനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒഴിവാക്കി. കേന്ദ്രം സംസ്ഥാന സർക്കാരിന് നൽകിയ പട്ടികയിൽ E. ശ്രീധരന്റെ പേരില്ല. കൊച്ചിയുടെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് മെട്രോമാൻ E. ശ്രീധരൻ, KMRL MD ഏലിയാസ് ജോർജ് ഉൾപ്പെടെയുള്ളവരെയാണ് ഒഴിവാക്കിയത്. സ്ഥലം MLA, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ചീഫ് സെക്രട്ടറി തുടങ്ങിയവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകിയ 13 പേരുടെ പട്ടിക വെട്ടിച്ചുരുക്കി 7 പേർക്ക് മാത്രമേ വേദിയിൽ ഇടം നൽകിയിട്ടുള്ളൂ. വേദിയിലിരിക്കുന്ന 4 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ P. സദാശിവം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു എന്നിവർ. കൂടാതെ മന്ത്രി തോമസ് ചാണ്ടി, KV തോമസ് MP, മേയർ സൗമിനി ജെയിൻ എന്നിവരും വേദിയിലുണ്ടാകുമെന്നാണ് അറിയുന്നത്. മെട്രോ ഉദ്ഘാടന വേദിയിൽ നിന്ന് പ്രമുഖരെ ഒഴിവാക്കിയത് കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. മെട്രോ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയ വാർത്തയോട് E. ശ്രീധരന്റെ പ്രതികരണം ഇങ്ങനെ. ആര് പറഞ്ഞു? എനിക്കൊരു വിവരമില്ല അതിനെ പറ്റിയിട്ട്. അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനല്ലേ ഞാൻ പോണത്. അതിന് വേണ്ടിയല്ലേ പോണത്. നേരെ ഇപ്പോൾ കൊച്ചിക്ക് അതിന് വേണ്ടിയാണ് പോണത്. ശനിയാഴ്ച 11 മണിക്ക് കരൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ. തിരികെ വാർത്തയിലേക്ക്. ദേശീയപാതയോരത്തെ മദ്യശാലകൾ തുറക്കരുതെന്ന് ഹൈക്കോടതി. ഇത് സംബന്ധിച്ച സുപ്രീം കോടതി വിധി കണ്ണൂർ കുറ്റിപ്പുറം പാതയ്ക്കും ചേർത്തല കഴക്കൂട്ടം പാതയ്ക്കും ബാധകമാണെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കണ്ണൂർ കുറ്റിപ്പുറം പാത ദേശീയപാത തന്നെയാണെന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ സത്യവാങ്മൂലം കൂടി പരിഗണിച്ചാണ് കോടതിയുടെ ഉത്തരവ്. മുൻ ഹൈക്കോടതി ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് വിമർശനത്തിന് വിധേയരായ എക്സൈസ് ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരായി. ദേശീയപാതയോരത്തെ ബാറുകൾ തുറക്കാൻ അനുവദിച്ചതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഏതാനും റിവ്യൂ ഹർജികൾ തീർപ്പാക്കിയാണ് കോടതി ഉത്തരവ്. കണ്ണൂർ കുറ്റിപ്പുറം പാത ദേശീയപാതയാണെന്നും പാതയോര മദ്യശാലകൾ നിരോധിച്ച സുപ്രീം കോടതി ഉത്തരവ് ഈ പാതയ്ക്കും ബാധകമാണെന്നും കോടതി വിധിച്ചു.
കണ്ണൂർ കുറ്റിപ്പുറം ദേശീയപാതയോരത്തെ ബാറുകളോ മദ്യശാലകളോ തുറക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കണ്ണൂർ കുറ്റിപ്പുറം പാതയും ചേർത്തല കഴക്കൂട്ടം പാതയും ദേശീയപാത തന്നെയാണെന്ന് പൊതുമരാമത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. പാതകളുടെ പദവി സംബന്ധിച്ച സംശയങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചത്. മുൻ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നായിരുന്നു എക്സൈസ് വകുപ്പ് ഈ പാതകളിലെ മദ്യശാലകൾ തുറക്കാൻ അനുമതി നൽകിയത്. എന്നാൽ കോടതി വിധിയെ ഉദ്യോഗസ്ഥർ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്ന് പിന്നീട് കോടതി കണ്ടെത്തുകയും 3 എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ കൂടി വിശദീകരണം പരിഗണിച്ച ശേഷമാണ് പുനഃപരിശോധനാ ഹർജികൾ കോടതി തീർപ്പാക്കിയത്. സുപ്രീം കോടതി ഉത്തരവ് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടതി ഉത്തരവിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ VM സുധീരനെയും കോടതി വിമർശിച്ചു. ഉത്തരവ് വായിക്കാതെയാണോ മാധ്യമങ്ങളിൽ കൂടി വിമർശിച്ചതെന്നായിരുന്നു കോടതിയുടെ വാക്കാൽ പരാമർശം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ശ്രീവത്സം ഗ്രൂപ്പിന് രാജവത്സം എന്ന പേരിൽ കോടികളുടെ നിക്ഷേപം. മിക്ക ജില്ലകളിലും ഇരുചക്ര വാഹനങ്ങളുടെ ഡീലർഷിപ്പ് രാജവത്സത്തിന്. രാജവത്സം എന്ന സ്ഥാപനം നടത്തുന്നത് MKR പിള്ളയുടെ മകൻ അരുൺ രാജ്. രാജവത്സത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കുന്നു. ശ്രീവത്സം ഗ്രൂപ്പിന് സമാനമായി രാജവത്സം എന്ന പേരിലും MKR ഗ്രൂപ്പിന്റെ ബിസിനസ് സാമ്രാജ്യം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും രാജവത്സം എന്ന പേരിലാണ് ഇരുചക്ര വാഹനത്തിന്റെ ഷോറൂമുകളുള്ളത്. ഈ കമ്പനിക്ക് പിന്നിലും ചില കോൺഗ്രസ് നേതാക്കളുടെ പണം നിക്ഷേപിച്ചിട്ടുള്ളതായിട്ടാണ് സൂചനകൾ. നേരത്തെ ശ്രീവത്സം ഗ്രൂപ്പിന്റെയും ചെയർമാന്റെയും മക്കളുടെയും അടക്കമുള്ള പണമിടപാടുകളെക്കുറിച്ചായിരുന്നു ആദായനികുതി വകുപ്പ് അന്വേഷണം നടത്തി വന്നത്. ഇപ്പോൾ രാജവത്സം ഗ്രൂപ്പിന്റെ ഇടപാടുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ആദായനികുതി വകുപ്പിന്റെ അന്വേഷണ പരിധിയിൽ ഇതുകൂടി ഉൾപ്പെടും. ശ്രീവത്സം ഗ്രൂപ്പ് ചെയർമാന്റെ മകനാണ് ഈ കമ്പനികളുടെ മേൽനോട്ടം വഹിക്കുന്നത്. കോടികളുടെ ബിനാമി ഇടപാടുകളാണ് ഇതിന്റെ മറവിൽ നടന്നിട്ടുള്ളതെന്നും സൂചനകളുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ MKR പിള്ളയെ ഗതാഗത ഉപദേശക പദവിയിൽ നിന്നും നാഗാലാൻഡ് സർക്കാർ നീക്കി. ആദായനികുതി വകുപ്പിന്റെ റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിനിടെ പിള്ള നടത്തിയ ഭൂമി ഇടപാടുകളുടെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഡയറിയിൽ നിന്നാണ് കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ വിവരങ്ങൾ ലഭ്യമായത്. നാഗാലാൻഡ് സർക്കാരിന് കീഴിൽ പോലീസ് ആസ്ഥാനത്ത് ഗതാഗത വിഭാഗം കൺസൾട്ടന്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു MKR പിള്ള. 2011 പോലീസിൽ നിന്ന് വിരമിച്ചെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സുപ്രധാന പദവി നേടിയെടുത്തിരുന്നു. ഈ പദവിയിൽ നിന്നാണ് വിവാദത്തെ തുടർന്ന് MKR പിള്ളയെ നാഗാലാൻഡ് സർക്കാർ ഒഴിവാക്കിയത്. റെയ്ഡിൽ കണ്ടെത്തിയ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ആദായനികുതി വകുപ്പ് കൈമാറിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. MKR പിള്ളയെ ട്രാഫിക് കൺസൾട്ടന്റ് സ്ഥാനത്തുനിന്ന് നീക്കിയതായി നാഗാലാൻഡ് DGP അറിയിച്ചു. ഇതിനിടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ഭൂമി ഇടപാട് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ആദായനികുതി വകുപ്പിന് ലഭിച്ചു. പരിശോധനയ്ക്കിടെ ലഭിച്ച സ്വകാര്യ ഡയറിയിൽ നിന്നാണ് ഭൂമി വാങ്ങിക്കൂട്ടിയതിന്റെ സുപ്രധാന വിവരങ്ങൾ ലഭിച്ചത്. കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നതായാണ് ഇതോടെ വ്യക്തമാകുന്നത്. ഇതിനിടെ പിള്ളയുടെ പത്തനംതിട്ടയിലെ വീട്ടിൽ നാഗാലാൻഡ് പോലീസിന്റെ ട്രക്ക് എത്തിയത് സംബന്ധിച്ച് പത്തനംതിട്ട SP DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ട്രക്ക് കൊണ്ടുവന്നതിൽ ദുരൂഹതയില്ലെന്നാണ് റിപ്പോർട്ട്. നാഗാലാൻഡ് മന്ത്രിക്ക് കൊച്ചിയിൽ നിന്നും വീട്ടുപകരണങ്ങൾ കൊണ്ടുപോകുന്നതിനായിരുന്നു ട്രക്ക് വന്നതെന്നും അതിന് നാഗാലാൻഡ് സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട കർഷകരുടെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെതിരെ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം. പോലീസ് വെടിവയ്പ് ചോദ്യം ചെയ്ത കുടുംബങ്ങൾ സർക്കാർ ധനസഹായവും നിരസിച്ചു. BJP സർക്കാർ ജനാധിപത്യം അട്ടിമറിച്ചെന്ന് ആരോപിച്ച് കോൺഗ്രസ് MP ജ്യോതിരാദിത്യ സിന്ധ്യ ഭോപ്പാലിൽ സത്യാഗ്രഹം ആരംഭിച്ചു. അതേസമയം 3 ലക്ഷം വരെയുള്ള കാർഷിക വായ്പകളുടെ പലിശ 4% കുറയ്ക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനിച്ചു. രാജ്യം കണ്ട സമാനതകളില്ലാത്ത സമരം നടന്ന മൻസൂറിൽ കർഷകർക്ക് ഇന്ന് സംഘടിക്കാനോ പ്രതിഷേധിക്കാനോ അവസരമില്ല. സംഘം ചേർന്നാൽ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യും. പിന്തുണ പ്രഖ്യാപിച്ചെത്തുന്ന ഒരു ദേശീയ നേതാവിനെ പോലും ജില്ലയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടെന്നാണ് സർക്കാർ നിർദ്ദേശം. ഇതിനിടയിലാണ് പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സന്ദർശിച്ചത്. പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട ലോധ് ഗ്രാമത്തിലെ കർഷകൻ റാം പട്ടീദാറിന്റെ വസതി സന്ദർശിക്കവേ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ കയർത്തു. 2 മാസം മുമ്പായിരുന്നു റാം പട്ടീദാറിന്റെ വിവാഹം. പോലീസ് കൊന്ന തന്റെ ഭർത്താവിനെ തിരികെ തരുമെന്ന് കരഞ്ഞുകൊണ്ടാണ് റാം പട്ടീദാറിന്റെ ഭാര്യ മുഖ്യമന്ത്രിക്ക് നേരെ കയർത്തത്. എന്നാൽ സർക്കാർ എന്നും കർഷകർക്കൊപ്പമെന്നും 1 കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാട്ടിയും മുഖ്യമന്ത്രി മടങ്ങി. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകാത്ത സർക്കാരിൽ നിന്ന് ധനസഹായം വേണ്ടെന്ന് കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബാംഗങ്ങളും വ്യക്തമാക്കി. അതേസമയം സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് MP ജ്യോതിരാദിത്യ സിന്ധ്യ ഭോപ്പാലിൽ 72 മണിക്കൂർ സത്യാഗ്രഹം ആരംഭിച്ചു. കർഷക പ്രക്ഷോഭത്തിന് പിന്തുണയറിയിച്ച് മൻസൂറിലേക്ക് എത്തവേ ജ്യോതിരാദിത്യ സിന്ധ്യ, രാഹുൽ ഗാന്ധി, മേധാ പട്കർ, യോഗേന്ദ്ര യാദവ് തുടങ്ങിയ നേതാക്കളെ ജില്ലാ അതിർത്തിയിൽ വച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മധ്യപ്രദേശ് സർക്കാർ ജനാധിപത്യം അട്ടിമറിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കർഷക സംഘടനകളുടെ സമരം കൊണ്ട് ശക്തമായിരുന്ന മൻസൂറിലെ വീതിയാണിത്. ഇന്ന് മൻസൂർ വീതി നിശബ്ദമാണ്. 4-ൽ കൂടുതൽ ആളുകൾ സംഘടിച്ചാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനാൽ തന്നെ കർഷക സംഘടനകൾക്ക് സംഘടിക്കാനോ സമരം നടത്താനോ സാധിക്കില്ല.
ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മധ്യപ്രദേശിൽ നിന്നും മനുശങ്കർ. രാജ്യത്ത് ഭക്ഷ്യ ഇറക്കുമതി വർദ്ധിച്ചതോടെ പ്രാദേശിക ഇനങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞു. 150 രൂപ കിലോയ്ക്ക് വിറ്റിരുന്ന വെളുത്തുള്ളി 10 രൂപയ്ക്ക് വിൽക്കുകയാണ് മധ്യപ്രദേശിലെ കർഷകർ. വിലയിടിവിൽ നട്ടം തിരിയുകയാണ് മധ്യപ്രദേശിലെ കർഷകർ. about 150 रुपये किलो थी गए साल, अब 10 रुपये किलो 15 रुपये किलो, बस यही भाव चल रहा है. अभी इतने डाउन हो गया भाव. ഗതികേട് കൊണ്ട് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത 6 കർഷകരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ അതേ മധ്യപ്രദേശിലെ മൻസൂറിലെ തന്നെ മറ്റൊരു കർഷകന്റെ വാക്കുകളാണിത്. നവംബർ ആദ്യവാരം വരെ കിലോയ്ക്ക് 150 രൂപയ്ക്ക് വിറ്റിരുന്ന വെളുത്തുള്ളി ഇന്ന് ഈ കർഷകർ വിൽക്കുന്നത് വെറും 10 രൂപയ്ക്കാണ്. മുടക്കുമുതലിന്റെ 4/1 പോലും തിരിച്ചു ലഭിക്കാത്ത കാർഷിക ദുരവസ്ഥ. पर महंगा सस्ता जाओ फिर बाद में आखिरी टाइम में तो बेचना ही पड़ता है. फिर क्या करो, टिकती नहीं है. 12 महीना चुकेगा यार, जनवरी महीना तक रहेगी ये फसल. हाँ, बाद में खराब हो जाती है. बेचना पड़ेगा कि क्या भाव जाओ. കേന്ദ്ര സർക്കാർ ഇറക്കുമതി തീരുവ വെട്ടിച്ചുരുക്കിയതോടെ വിദേശ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റുകളിൽ ആധിപത്യം നേടിത്തുടങ്ങിയതാണ് പ്രാദേശിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രഖ്യാപിച്ച നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ സ്തംഭനാവസ്ഥയിലായ കാർഷിക പ്രതിസന്ധിക്ക് പിന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായില്ല. ഈ സാഹചര്യം മുതലെടുത്ത് ഇടനിലക്കാർ വിലയിടിച്ച് വൻ ലാഭം കൊയ്തതാണ് കർഷകരുടെ തകർച്ചയ്ക്ക് കൂപ്പുകൂട്ടിയിരിക്കുന്നത്. കിലോയ്ക്ക് 150 രൂപ ലഭിച്ചിരുന്ന വെളുത്തുള്ളി വെറും 10 രൂപയ്ക്ക് കിലോയ്ക്ക് വിൽക്കേണ്ട ഗതികേടിലാണ് രാജ്യത്തെ കർഷകർ ഇപ്പോൾ. രാജ്യത്തെ കാർഷിക മേഖല തകർന്നടിഞ്ഞു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നൽകാനാവുക? ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മധ്യപ്രദേശിൽ നിന്നും മനുശങ്കർ. സംസ്ഥാന ചരക്ക് സേവന നികുതി ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. ജൂലൈ 1 രാജ്യവ്യാപകമായി ഏകീകരിച്ച നികുതി ഘടന നിലവിൽ വരുന്നതിന്റെ ഭാഗമായാണ് ഓർഡിനൻസ്. GST നടപ്പാക്കുന്നതിന് മുന്നോടിയായി അതത് സംസ്ഥാനങ്ങൾ നിയമം പാസാക്കേണ്ടതുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സർക്കാർ ഓർഡിനൻസ് ഇറക്കുന്നത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ സമിതിയിൽ നടി ശാരദ, KB വത്സലകുമാരി എന്നിവരാണ് മറ്റംഗങ്ങൾ. കേരള ചരക്ക് സേവന നികുതി ബിൽ 2017 ഓർഡിനൻസിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത്. GST നടപ്പാക്കുന്നതിന് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബിൽ 2016 ഓഗസ്റ്റിൽ രാജ്യസഭയും ലോക്സഭയും പാസാക്കിയിരുന്നു. ജൂലൈ 1 മുതലാണ് GST രാജ്യത്ത് നടപ്പാക്കുന്നത്. അതിനു മുന്നോടിയായി അതാത് സംസ്ഥാനങ്ങൾ നിയമം പാസാക്കണം. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനം ഓർഡിനൻസ് ഇറക്കുന്നത്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിക്കാൻ 3 അംഗ സമിതിയെ നിയോഗിക്കാനുള്ള സുപ്രധാന തീരുമാനവും മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. മുൻ ഹൈക്കോടതി ജഡ്ജി ഹേമ അധ്യക്ഷയായ സമിതിയിൽ പ്രശസ്ത നടി ശാരദ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി എന്നിവരാണ് മറ്റംഗങ്ങൾ. ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ അനേകം ഗുരുതര പ്രശ്നങ്ങൾ നേരിടുന്നത് സംബന്ധിച്ച് വിമൻ ഇൻ കളക്ടീവ് സിനിമ മുഖ്യമന്ത്രിക്ക് നേരത്തെ നിവേദനം നൽകിയിരുന്നു. അത് പരിഗണിച്ചാണ് സർക്കാർ സമിതിയെ നിയമിക്കാൻ തീരുമാനിച്ചത്. പ്രശസ്ത സാമ്പത്തികാര്യ വിദഗ്ധൻ അന്തരിച്ച IS ഗുലാത്തിയുടെ വീട് പുതുക്കിപ്പണിയുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനുമായി 25 ലക്ഷം രൂപ അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഗുലാത്തിയുടെ വിധവ ലീല ഗുലാത്തി മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. EMSന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച 20ാമത് ദേശീയ സെമിനാർ സമാപിച്ചു. സമാപന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. EMSന്റെ ആശയങ്ങൾക്കും നിലപാടുകൾക്കും പ്രസക്തിയേറിയെന്നും ഇതനുസരിച്ച് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞെന്നും കാരാട്ട് പറഞ്ഞു. ആഴത്തിലുള്ള ചർച്ചയും സംവാദവുമായി മാറി 20ാമത് EMSന്റെ ലോകം ദേശീയ സെമിനാർ. 1600 പേർ പങ്കെടുത്ത 2 ദിവസത്തെ സെമിനാറിന്റെ സമാപന യോഗം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് നിർവഹിച്ചു. EMSന്റെ നിലപാടുകൾക്ക് പ്രസക്തിയേറിയെന്നും അതുൾക്കൊണ്ട് ജനങ്ങളോട് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ കേരളത്തിലെ ഇടതു സർക്കാരിന് കഴിയുന്നുണ്ടെന്നും കാരാട്ട് പറഞ്ഞു. And in this 1 year, what has been done to implement the commitments made in the election manifesto of the LDF, that direction and the implementation of the policies, whether it is policies geared towards the public good. RSS രാജ്യത്തെ ഭരണഘടന മാറ്റിയെഴുതാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സെമിനാറിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. മനുസ്മൃതി അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ഭരണഘടന ഇവിടെ രൂപപ്പെടുത്തിയെടുക്കാനാണ് ഇവിടെ BJP ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. RSS അതിന്റെ തയ്യാറെടുപ്പിലാണ്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്നാണ് RSS പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതിയാൽ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം
2/3 ഭൂരിപക്ഷം പാർലമെന്റിൽ നേടിയെടുക്കാനാണ്. എ വിജയരാഘവൻ, പി രാജീവ്, കെ എൻ ഗണേഷ് തുടങ്ങി പ്രമുഖർ സെമിനാറിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ലണ്ടനിൽ വൻ തീപിടുത്തം. പടിഞ്ഞാറൻ ലണ്ടനിലെ ഫ്ളാറ്റിലാണ് തീപിടുത്തമുണ്ടായത്. നിരവധി പേർ ഫ്ളാറ്റിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്നു പുലർച്ചെയാണ് ലണ്ടനിലെ വൈറ്റ് സിറ്റിക്ക് സമീപമുള്ള ഗ്രൻസ്ഫെൽഡ് എന്ന കൂറ്റൻ ഫ്ളാറ്റിൽ തീ പടർന്നത്. കെട്ടിടമാകെ തീ പടർന്നു പിടിച്ചു. 40 ഫയർ എഞ്ചിനുകൾ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തെങ്കിലും തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനാവാതെ 200-ലധികം ഫയർ എഞ്ചിനുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. ഫ്ളാറ്റിനുള്ളിൽ നിന്ന് സ്ഫോടക ശബ്ദം ഉൾപ്പെടെ കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. കെട്ടിടത്തിന്റെ വലുപ്പം കണക്കിലെടുത്ത് സമീപവാസികളെ ആകെ രക്ഷാപ്രവർത്തകർ സുരക്ഷിതരാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. 27 നിലയുള്ള ഈ കെട്ടിടം പൂർണ്ണമായി തകർന്നു വീഴാനുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാനാവില്ല എന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. 140ഓളം ഫ്ളാറ്റുകളാണ് ഈ കെട്ടിട സമുച്ചയത്തിലുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്. തിരികെ വാർത്തയിലേക്ക്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾക്കെതിരെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകാൻ ദില്ലിയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ധാരണ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി വീണ്ടും യോഗം ചേരും. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുമായി സമവായ ചർച്ചകൾ നടത്താൻ BJP തീരുമാനിച്ചു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാനാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ദില്ലിയിൽ യോഗം ചേർന്നത്. NDA സ്ഥാനാർത്ഥിക്കെതിരെ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി വേണമെന്ന അഭിപ്രായത്തിന് യോഗം അംഗീകാരം നൽകി. എന്നാൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായില്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്നും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി വീണ്ടും യോഗം ചേരുമെന്നും കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു. इसलिए ऐसे हालात में कोई फाइनल कैंडिडेट चुनना असंभव है. अगले कुछ दिनों में इस सब कमेटी की दोबारा मीटिंग होगी तो शायद उसमें हम विस्तार से चर्चा कर पाएंगे. तब तक रूलिंग पार्टी ने विपक्षी दलों के नेताओं से भी बातचीत की होगी तो हम ज्यादा अच्छी तरह से कैंडिडेट के बारे में ചർച്ച कर सकते हैं. तो आज बेसिक. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുമായി സമവായ ചർച്ചകൾ നടത്താൻ BJP തീരുമാനിച്ചു. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അരുൺ ജെയ്റ്റ്ലി, വെങ്കയ്യ നായിഡു എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. വെള്ളിയാഴ്ച കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി രാജ്നാഥ് സിംഗ്, വെങ്കയ്യ നായിഡു എന്നിവർ ചർച്ച നടത്തും. ന്യൂസ് ബ്യൂറോ, ദില്ലി.